തെളിയിക്കുന്നത്. ഇത്ര വലിയ പരാതിയും വിമർശനം ഉയരുമ്പോഴും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം പലപ്പോഴും കാണുന്നുണ്ട്. അല്ല, എല്ലാ പ്രവർത്തകരും എല്ലാ ഹാൻഡിലുകളും ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അണിനിരക്കേണ്ടത്. മറ്റൊരു അജണ്ടക്കും ആരും നിന്നു കൊടുക്കേണ്ടതില്ല, ആരും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനൊരു അറുതി വരണമെന്ന്. ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ വേണം എല്ലാവരും പ്രവർത്തിക്കുന്ന, ഏറ്റവും ബൂത്ത് പ്രസിഡന്റ് മുതൽ KPC പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ ആളുകളും പ്രവർത്തിക്കാൻ. അതിനുള്ള ആഹ്വാനമാണ് കേരളത്തിലെ ഇന്ന് ഈ സമരം. മറ്റൊന്നിനും ഇപ്പോൾ ഫോക്കസ് വേറെ ഒന്നിലേക്ക് മാറേണ്ടതില്ല. കാരണം അത്രയും വലിയ അതിക്രമങ്ങൾ കേരളത്തിൽ നടന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഹാൻഡിലുകളും എല്ലാ നാവും കയ്യും കാലും ഓരോ പ്രവർത്തകൻ്റെ മനസ്സും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അണിനിരക്കേണ്ടത്. മറ്റൊന്നിനും ഇപ്പോൾ പ്രാധാന്യമില്ല. സതീഷിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ അല്ലല്ല, കോൺഗ്രസ് പ്രവർത്തകർ, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോക്കസ് ഗവൺമെന്റിനെതിരെ ആയിരിക്കണം, ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരെ ആയിരിക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നടപ്പിലാവുന്നത്. അതാണ് അജണ്ട, അതാണ് വാർത്തകളും. മറിച്ചുള്ള പ്രചരണങ്ങളും വാർത്തകളും ഇതിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും കൂടിയാണ്. അതിനുള്ള അല്ലല്ല, അങ്ങനെ ആരും വീണു പോകില്ല. ഞങ്ങളിത് ഇന്നത്തെ ഈ കേരളത്തിലെ സമരം നോക്കുക, ഒരു പോലീസ് സ്റ്റേഷനും ഞങ്ങൾ സ്പെയർ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫീൽഡിലുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട്. എല്ലാ മേഖലയിലും ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ തുറന്നു കാണിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ശക്തമായ സമരരംഗത്ത് ഞങ്ങളുണ്ടാവും. ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും ഈ പറയുന്ന എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് ഓരോരുത്തരും കാണണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവനവൻ്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ.